നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ ഒരു ഓണത്തിന് മുൻപായി നിങ്ങൾക്ക് ലഭിക്കുന്ന ധനസഹായങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മറക്കാതെ ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ്, സംസ്ഥാനത്ത് ഓണക്കിറ്റിന്റെ വിതരണം പുരോഗമിക്കുകയാണ്. സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെ മാത്രമേ ഈ ഒരു ഓണക്കിറ്റിന്റെ വിതരണം ഉണ്ടാകൂ എന്നുള്ളതാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഓണക്കിറ്റിന് അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഈ ഒരു ഓണക്കിറ്റ് കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് എല്ലാവർക്കും ഓണക്കിറ്റിന്റെ വിതരണം ഉണ്ടായിരിക്കുകയില്ല. AY കാർഡ് ഉടമകൾക്ക്, അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് എന്നിവർക്ക് മാത്രമാണ് സൗജന്യമായി ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഞ്ചി ഉൾപ്പെടെ 15 ഇനം സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക. പഞ്ചസാര 1 കിലോ ഉണ്ടായിരിക്കും. വെളിച്ചെണ്ണ 1/2 ലിറ്റർ, തൂരപ്പരിപ്പ് 250 ഗ്രാം, ചെറുപയർ പരിപ്പ് 250 ഗ്രാം, വൻപയർ 250 ഗ്രാം, കശുവണ്ടി 50 ഗ്രാം, നെയ്യ് 50 ml, തേയില 250 ഗ്രാം, പായസം മിക്സ് 200 ഗ്രാം, സാമ്പാർ പൊടി 100 ഗ്രാം, ശബരി മുളക് 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ഉപ്പ് 1 കിലോ എന്നിങ്ങനെയായിരിക്കും ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുക. 6 ലക്ഷത്തിൽ പരം വരുന്ന AY കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കും. കൂടാതെ മറ്റു വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് 20 കിലോ അരി 25 രൂപ നിരക്കിലും വിതരണമുണ്ട്. ഇത് APL BPL വ്യത്യാസമില്ലാതെയാണ് ഈ ഒരു സ്പെഷ്യൽ അരിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ APL BPL വ്യത്യാസമില്ലാതെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുവാൻ സാധിക്കും. മറ്റൊരു ആനുകൂല്യ വിതരണം നടക്കുന്നത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ്. അതായത് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് 3200 രൂപയാണ് ഈ ഒരു ഓണത്തിന് മുൻപായി ഓരോ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും കൈമാറുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഈ ഒരു ഓണത്തിന് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് വളരെയധികം സഹായകരമായിട്ടുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കും. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ക്ഷേമ ആനുകൂല്യങ്ങൾ തടയപ്പെടുന്നതാണ്. പിന്നീട് നിങ്ങൾ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമുള്ള പെൻഷനാണ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുക. മസ്റ്ററിംഗ് കാരണം മുടങ്ങിയിട്ടുള്ള ആ ഒരു പെൻഷൻ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണം. അടുത്തതായി പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരു ധനസഹായമാണ് പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 1000 രൂപയുടെ ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പട്ടികവർഗ കുടുംബത്തിലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഉത്സവ ഭത്തയായി ഒരു 1000 രൂപയാണ് ലഭിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് ഈ ഒരു ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായിട്ടുള്ള 52,864 പട്ടികവർഗക്കാർക്ക് 1000 രൂപ വീതം 2025 ഓണസമ്മാനമായി ലഭിക്കും. ഈ ഇനത്തിലുള്ള ചെലവിനായി 5,28,64,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അടുത്തതായി ഓണത്തിന് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരു സഹായമാണ് സപ്ലൈകോയിലൂടെയുള്ള ഓണക്കിറ്റ് വിതരണം. ഇത് എല്ലാവർക്കും APL BPL വ്യത്യാസമില്ലാതെ ഈ ഒരു കിറ്റിന്റെ വിതരണം നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും ഈ ഒരു കിറ്റ് കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള കിറ്റുകളാണ് വിതരണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് 18 ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ്, 10 ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ്, 9 ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ. കൂടാതെ 500 രൂപയുടെയും 1000 രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറായിട്ടുണ്ട്. 500 രൂപയുടെയോ 1000 രൂപയുടെയോ ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ 31 വരെ വാങ്ങുവാനുള്ള അവസരമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് 1205 രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് 1000 രൂപയ്ക്ക് ലഭിക്കും. 625 രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് നിങ്ങൾക്ക് 500 രൂപയ്ക്കാണ് ലഭിക്കുക. 305 രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് 229 രൂപയ്ക്ക് ലഭിക്കും. ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും സപ്ലൈകോയുടെ ഈ ഒരു പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും ഈ ഒരു പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട്. അരി, പഞ്ചസാര, തൂരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ശബരി ബ്രാൻഡിലെ ഗോൾഡ്, തേയില, കടുക്, ഉലുവ, ജീരകം,
മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പുട്ടുപൊടി, പായസം മിക്സ്, മിൽമ, നെയ്യ്, കിച്ചൻ ട്രഷേഴ്സ് സാമ്പാർ പൊടി, ആശീർവാദ് ആട്ട, ശർക്കരപ്പൊടി, കിച്ചൻ ട്രഷേഴ്സ് മാങ്ങ അച്ചാർ, കടല എന്നിവയാണ് സമൃദ്ധി 18 ഇന കിറ്റിലെ ഉൽപ്പന്നങ്ങൾ. വിവിധ വിലയിലുള്ള കിറ്റുകളിലെ ഉൽപ്പന്നങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അതിനനുസരിച്ചുള്ള വിലകളാണ് ഓരോ കിറ്റിനും ഈടാക്കുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.